ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം എന്താണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളൊരു 100 ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാരും എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന കേട്ടോ. ഇതെൻ്റെ വണ്ടിയല്ല കേട്ടോ ഗൈസ്. ഇത് ആരുടെയാണെന്ന് അറിഞ്ഞു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ആരുടെയാന്ന്. എന്നാലും പുകയൊക്കെ വേണ്ട കേട്ടോ, കുറച്ച് മാറിയേക്കാം. എന്നാ പുക ഗൈസ്. എന്താണെങ്കിൽ ഇതേ കണ്ടോ, പെട്രോളൊക്കെ തീർന്നിരിക്കുക. എന്നാന്നറിയാം, കുറച്ച് മാറിയേക്കാം, വില പൊട്ടിത്തെറിക്കുമെന്ന് പേടി. അപ്പം എന്തായാലും നമുക്കൊന്ന് മാറിക്കാം. ഇപ്പം എന്തായാലും കുറച്ച് മാറിക്കാം. എന്താ പറ്റണേന്ന് എൻ്റെ അമ്മേ, എനിക്ക് ഉറപ്പായിരുന്നു ഇത് കത്തുന്നു. ഞാൻ പറഞ്ഞല്ലായിരുന്നോ. അപ്പം എന്തായാലും ഉണ്ടല്ലേ, എന്നെ ആരും ഇത് കൊല്ലാമെന്ന് വെച്ചാൽ പണിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് എന്നോട് ഇത്രയും പകയെന്ന് അറിഞ്ഞൂടാ. ആർക്കറിയാം എന്തെങ്കിലും എന്താണെന്ന് അറിഞ്ഞോട്ടോ. എന്തായാലും ആരും എന്തൊരു പണിയാന്ന് കേട്ടോ. എന്തോ ഒരു പണി വരും ഗൈസ്. അതൊന്നും കാര്യമാക്കണ്ട. എന്നെല്ലാം കത്തിപ്പോയില്ലേ, നമുക്ക് ആ വണ്ടി എടുക്കണ്ട. എല്ലാം കത്തിപ്പോയി. നമുക്ക് നമ്മുടെ 100 എടുക്കാൻ എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയില്ലേ ഭാഗ്യം. അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ മറ്റാണെങ്കിൽ ഞാൻ കല്ലറയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് ഈ കാര്യം ഉണ്ടല്ലോ കത്രീനോട് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം. അവൾ പുതിയ വണ്ടിക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അവളുടെ ചേട്ടൻ്റെ വണ്ടിയാന്ന് പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടെ നിൽക്കാട്ടെ. എന്തായാലും എടി കത്രീനെ, നീ എവിടെ അടി? എടി ഒന്ന് ഇറങ്ങി വന്നേ. ഇവളിത് ഇവിടെ പോയതാണ്. പുതിയ വണ്ടിയാണല്ലോ, KTM. എൻ്റെ മോനെ സെറ്റപ്പ് സാധനമാണല്ലോ. എടി കത്രീനെ എവിടെയാടി? എന്താടി എന്നാ കുഴപ്പം? എടി ആരും കണ്ടെന്നെ ഉണ്ടല്ലോ, ഒരു ബൈക്കാണ് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് എങ്ങനെ മറ്റേ എത്ര പൊട്ടിത്തെറിയാൻ തുടങ്ങി. ആണോ? അതാരാ അത് ചെയ്തേ? എന്നെ ആരോ കൊല്ലാൻ വേണ്ടി വെച്ചേക്കണ പണിയായിരുന്നു. ആണോ? പക്ഷെ ആർക്കാ നിന്നോട് ഇത്രയും ക്ലാസ്സിലാണെങ്കിൽ ഇത്രയും ഭാഗം? അത് പോട്ടെ, നീ പുതിയ വണ്ടിയൊക്കെ മേടിച്ചോ? മേടിച്ച്. ഇതെൻ്റെ വണ്ടിയൊന്നുമല്ല, ഇതെൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. ആണല്ലേ. ഇത് ഏതൊക്കെ വണ്ടികളാ? ഇത് ലാൻഡ് റോവർ. പിന്നെ ഈ വണ്ടിയുടെ പേര് എനിക്കറിയില്ല, ചേട്ടനെ അറിയാവുള്ളൂ. നീ 100 എടുത്തോ? 100 എടുത്തുകൂടി. അപ്പം എന്തായാലാണെങ്കിൽ ഈ വണ്ടി കൊള്ളാട്ടോടി. താങ്ക് യു. അതിൻ്റെ നിൻ്റെ ചേട്ടൻ ഇതെന്നെ കൊണ്ടുപോകത്തെ? അതിനെന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ ഈ ചേട്ടൻ കൊണ്ടുപോകണില്ലായിരുന്നു. ഇനി ചേട്ടന് ലീവാ, അതുകൊണ്ട് ചേട്ടൻ അവിടെ പോയേക്കുക. ഞാൻ എന്തായാലും പോവാ. ശരി. നീ എന്തിനാ എൻ്റെ പുറകെ വരണേ? ചുമ്മാ നീ വണ്ടി എടുക്കുമെന്ന് ഓർത്ത് എന്തിനാടി വെറുതെ കുറ്റപ്പെടുത്തണേ? നമ്മളൊക്കെ വേറെ ആൾക്കാരില്ലേ ഗൈസ്. അപ്പം എന്തായാലും അവൾ പോയിട്ടുണ്ടെങ്കിലും ആ ബോംബ് വെച്ച് ഞാനാട്ടോ. അവൾക്കത് ഏറ്റുമില്ല. അവളെന്നോട് വന്ന് പറയുകയും ചെയ്തു. എന്തായാലും അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എപ്പോഴെങ്കിലും. അവൾക്കുള്ള പണി എന്തായാലും ഞാൻ കൊടുക്കും. എൻ്റെ കാറിങ്ങനെ എടുത്തായിരുന്നെങ്കിൽ എൻ്റെ ചേട്ടനെ കൊന്നല്ലേ. അവളെന്തായാലും ചത്തില്ല. നന്നായി. ഞങ്ങൾക്കുള്ള പണി ഞാൻ പിന്നെ കൊടുക്കാം. എൻ്റെ KTM ഉണ്ടല്ലോ, ഇത് ഞാൻ എടുത്ത് വിട്ടോളാം. എന്നോടാ കളി. നമ്മുടെ അടുത്ത് കളിക്കാൻ വന്നേക്കോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവളാണല്ലേ എന്നോട് കളിക്കാൻ നിൽക്കണേ. ഇവൾക്കുള്ള സാമ്പിൾ കെട്ട് പണിയാൻ വന്നാലും തൃശ്ശൂർ പൂരം നടത്തി ഞാൻ. അല്ലാതെ പിന്നെ എൻ്റെ ഒരു വെട്ട് കത്തിയുണ്ട്. അപ്പം എന്തായാലും ഉണ്ടല്ലോ, ഇവൾക്കുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാത്ത. എന്തായാലും കുളിഞ്ഞു പോയി അവളെ അകത്തേക്ക് വെട്ടണം എന്തായാലും. അപ്പം എന്തായാലും ഇവിടെ ആരും കേട്ടിട്ടില്ല. ആ ചേട്ടനും കാണാൻ അറിഞ്ഞായിരുന്നെങ്കിൽ സീനയല്ലേ. അവളെന്തായാലും അകത്തിരിപ്പണം കേട്ടോ. അവളുടെ കാറ് വരെ കത്തിച്ച് കളയാം. അവളുടെ ചേട്ടൻ എന്നെ പറയണമെന്ന് നോക്കട്ടെ. നമുക്കൊരു വേറൊരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സാധനം ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങളാണെന്ന് ഞെട്ടിപ്പോകുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകട്ടെ എന്തായാലും. അപ്പം എന്തായാലും അവളുടെ അടുത്തേക്ക് പോകട്ടെ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും നീ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പം എന്തായാലും നമുക്ക് നേരെയാണെങ്കിൽ എനിക്ക് ഇറങ്ങാട്ടെ എന്തായാലും. അപ്പം എന്തായാലും അവളാണെങ്കിൽ അവിടെ ഇപ്പം ഇട്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അവളവിടെ ഇപ്പം കേട്ടോ. എന്തായാലും അവിടെ ഇപ്പം ഉണ്ട് KTM അടുത്ത്. അവളെന്തോ ഒരു ബോംബ് വയ്ക്കാൻ നോക്കണം കേട്ടോ. അടുത്ത വണ്ടി വയ്ക്കാൻ വേണ്ടിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഒളിഞ്ഞിരുന്ന സീക്രറ്റായി നോക്കാം. അമ്മേ, ഈ ബൈക്ക് എന്തായാലും ഞാൻ കാണിക്കും. എൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണെന്നല്ല പറയണ കേട്ടെ. എൻ്റെ ചേട്ടൻ്റെ വണ്ടിയൊന്നുമല്ല, ഇതെൻ്റെ വണ്ടി തന്നെ. അവൾക്ക് വേണ്ടി വെച്ചേക്കണ സാമ്പിൾ കേട്ടെൻ്റെ പണി. അവൾക്ക് എന്തായാലും ഞാൻ കൊടുക്കും ഗൈസ്. അപ്പം എന്തായാലും ഉണ്ടല്ലോ, അവൾക്ക് എന്നോട് ഭയങ്കര പകയാന്ന് തോന്നാം. അവൾക്കുള്ള പണി ഞാൻ പിന്നീട് കൊടുക്കും എന്തായാലും. അപ്പം എന്തായാലും ഇത് ഓർക്കണ്ട, അവളെന്തായാലും ഓർക്കും. എടി കത്രീനെ, നീ എന്നോട് കളിക്കാൻ നിന്ന് തന്നെ പകേ. നീ തൃശ്ശൂർ പൂരം നടത്തുമെന്നാണല്ലേ? നീ തൃശ്ശൂർ പൂരം നടത്തണോ നോക്കട്ടെ. എന്തായാലും ഒന്ന് നടത്തടി. അല്ലേ പിന്നെ. അയ്യോ, എന്നെ കൊല്ലല്ലേടാ. എന്നോടാ കളി. അവൾക്ക് എന്നെ അമ്മേ. എന്തായാലും നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ ഹാപ്പി ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും.